അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിൽ സ്ത്രീകൾ ആദരിക്കപ്പെട്ടവരും സംരക്ഷിക്കപ്പെട്ടവരുമാണ്. ഇസ്ലാം സ്ത്രീയെ ആദരിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ ഖുർആനിലെ ഒരധ്യായം തന്നെ അന്നിസാ, സ്ത്രീകൾ എന്നതാണ്. എന്നാൽ നേരെ മറിച്ച് അർരിജാൽ, പുരുഷന്മാർ എന്നൊരധ്യായം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അത് തന്നെ ഒരു തെളിവാണ്. സ്ത്രീകളെ ആദരിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണത്. ഇങ്ങനെ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള ഉത്തമ ഉദാഹരണങ്ങൾ ധാരാളം നമുക്ക് വായിക്കാൻ സാധിക്കും. എന്നാൽ ജാഹിലിയത്തിൽ സ്ത്രീകളുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു എന്നും നമുക്ക് വായിക്കാൻ സാധിക്കും. ഒരു പെൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ നാട്ടിലൂടെ നടക്കാൻ പറ്റാത്ത രൂപത്തിൽ അപമാനമായിട്ടായിരുന്നു അതിനെ അവർ കണ്ടിരുന്നത്. അപമാനഭാരത്താൽ അവർ കുഴിച്ചു മൂടുക പോലും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, സ്ത്രീകളുടെ അവസ്ഥ ഒരനന്തരാവകാശ സ്വത്ത് പോലും അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഭർത്താവിൽ നിന്ന് യാതൊരവകാശവും ഭാര്യയ്ക്ക് ലഭിച്ചിരുന്നില്ല. വിവാഹമോചനത്തിനോ ബഹുഭാര്യത്വത്തിനോ യാതൊരു പരിധിയും ആ കാലത്തുണ്ടായിരുന്നില്ല എന്നതും ഒരു വാസ്തവമാണ്. ഇങ്ങനെ ധാരാളം മോശമായ അവസ്ഥയായിരുന്നു സ്ത്രീകൾക്ക് ജാഹിലിയത്തിലുണ്ടായിരുന്നത്. എന്നാൽ അവരിലേക്ക് ഇസ്ലാം എത്തിയതോടുകൂടി സ്ത്രീകൾ സുരക്ഷിതരായി ആദരിക്കപ്പെട്ടവരുമായി എന്നുള്ളതാണ് വാസ്തവം. ഇസ്ലാം സ്ത്രീകളുടെ സംരക്ഷണത്തിനു വേണ്ടി മുന്നോട്ട് വെക്കുന്ന മഹിതമായ സന്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പെൺകുട്ടികളെ പോറ്റി വളർത്തിയവന് വലിയ പ്രതിഫലമാണ് നാളെ പരലോകത്ത് അവൻ്റെ മരണാനന്തര ജീവിതത്തിൽ അവന് ലഭിക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ആല ഇബ്നതൈനി ഔ സലാസൻ, വല്ലവനും 2 പെൺമക്കളെ അല്ലെങ്കിൽ 3 പെൺമക്കളെ പോറ്റി വളർത്തിയാൽ, അല്ലെങ്കിൽ ഔഖ്തൈനി ഔ സലാസൻ, 2 സഹോദരിമാരെ അല്ലെങ്കിൽ 3 സഹോദരിമാരെ പോറ്റി വളർത്തിയിട്ടുണ്ട് എങ്കിൽ ഹത്താ യബിന്ന, അവർക്ക് പ്രായപൂർത്തിയെത്തി അവരെ കെട്ടിച്ചയക്കുന്നതുവരെ, അല്ലെങ്കിൽ ഔ യമൂത്ത അൻഹുന്ന, തന്നിൽ നിന്ന് അവർ മരണം വരിക്കുന്നതുവരെ പോറ്റി വളർത്തിയിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുൻതു അന വഹുവ ഫിൽ ജന്നത്തി കഹാതൈൻ, ഞാനും അവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വ അശാറ ബി ഉസ്ബഇഹി സിബാബത്തി വല്ലത്തി തലീഹ, നബിയുടെ നടുവിരലും ചൂണ്ടവിരലും കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അവനും ഇപ്രകാരമായിരിക്കും എന്ന്. അതേപോലെ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട വിധവകൾക്കു വേണ്ടി പരിശ്രമിക്കുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ, വിധവകൾക്കും പാവങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കുന്നവൻ കൽ മുജാഹിദി ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു യോദ്ധാവിനെ പോലെയാണ്. അല്ലെങ്കിൽ അവിൽ ഖായിമിൽ ലൈല സ്വാഇമി അന്നഹാർ, പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നവനും അല്ലെങ്കിൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവനെയും പോലെയാണ് വിധവയെ സംരക്ഷിക്കുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതായ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു ഹദീസ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, സ്ത്രീകളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കൊല ചെയ്യപ്പെട്ടാൽ പോലും അവന് ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതേപോലെ തന്നെ എൻ്റെ ഉത്തമ സഹവാസത്തിന് മനുഷ്യരിൽ ഏറ്റവും അർഹതയുള്ളത് ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു സഹാബി അല്ലെങ്കിൽ ഒരു വ്യക്തി
വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോടാണ്. ഖാല സുമ്മ മൻ, വീണ്ടും ആ വ്യക്തി ചോദിച്ചു പിന്നെ ആരാണ്? വീണ്ടും പറഞ്ഞു നിൻ്റെ ഉമ്മയാണ്. വീണ്ടും ചോദിച്ചു പിന്നെ ആരാണ്? വീണ്ടും പറഞ്ഞു നിൻ്റെ ഉമ്മയാണ്. വീണ്ടും ചോദിച്ചു പിന്നെ ആരാണ്? പിന്നെ പറഞ്ഞു തുമ്മ അബൂക്ക, നിൻ്റെ പിതാവാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ആദ്യത്തെ 3 സ്ഥാനവും കൊടുത്തിട്ടുള്ളത് അവനെ പോറ്റി വളർത്തിയിട്ടുള്ള, അവനെ ഗർഭം ചുമന്ന് നടന്നിട്ടുള്ള, അതേപോലെ തന്നെ അവനെ പ്രസവിച്ചിട്ടുള്ള അവൻ്റെ മാതാവിനാണ് ആദ്യത്തെ സ്ഥാനം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതും സ്ത്രീക്ക് കൊടുത്ത ഒരു സംരക്ഷണം തന്നെയാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, പ്രായമായ മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവരോട് എങ്ങനെ പെരുമാറണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെയും 24-ാമത്തെയും ആയത്തിലൂടെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അവനെ മാത്രമല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, പ്രായമായിക്കൊണ്ട് മാതാവോ പിതാവോ അതല്ലെങ്കിൽ അവരിൽ ഒരാളോ നിന്റെ അടുക്കൽ ഉണ്ട് എങ്കിൽ ഫലാ തഖുല്ലഹുമാ ഉഫിൻ, ഛേ എന്നൊരു വാക്ക് പോലും അവരോട് നീ പറയരുത്. വലാ തൻഹറുഹുമാ, അവരോട് കയർത്തുകൊണ്ട് സംസാരിക്കരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമ, അവരോട് മാന്യമായ രൂപത്തിൽ നീ സംസാരിക്കണം. മാത്രമല്ല വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്താലുള്ള എളിമയുടെ നിന്റെ ചിറകുകൾ അവർക്കായിട്ട് നീ നീട്ടിയിടണം. മാത്രമല്ല വഖുർ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സ്വഗീറ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്ത് പ്രാർത്ഥിക്കണം? എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അള്ളാഹുവേ അവരോട് നീ കാരുണ്യം കാണിക്കണേ എന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. സുഹൃത്തുക്കളെ, ഈ ആയത്തുകളിൽ നിന്നും ഹദീത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാമിൽ സ്ത്രീകൾ എത്ര സുരക്ഷിതരും ആദരിക്കപ്പെട്ടവരുമാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷിതത്വവും ആദരവും നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ടും അവനെ സൂക്ഷിച്ചുകൊണ്ടും സ്ത്രീകൾ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സൂക്ഷിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.